പരിപാടി ടൗണിൽ പോണം, ഒരു പർച്ചേസ് ഉണ്ട്. പർച്ചേസ് ചെയ്യാനൊക്കെ ആയോടാ നീ? വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാ അച്ഛാ. കുറെ കാലമായി ദീപുവും ചിഞ്ചുവും ഇത് വാങ്ങാൻ നിർബന്ധിക്കുന്നു. അവർക്കൊരേ നിർബന്ധം. അതെന്താ? ഇപ്പൊ പറയില്ല, സസ്പെൻസ് ആയിരിക്കട്ടെ. എന്താടാ? ഒന്നുമില്ല, പുതിയ കടയാ അല്ലേ? പുതിയതാ. എന്തേ? ഇങ്ങനെയാണോ ചേട്ടാ പുതിയ കസ്റ്റമേഴ്സിനോടൊക്കെ പെരുമാറുന്നേ? നീ അധികം കിടന്ന് കളിച്ചാ ഞാൻ നല്ലവണ്ണം അങ്ങ് പെരുമാറും. എന്റെ ചേട്ടാ ഇങ്ങനെ ചൂടാവല്ലേ, ചേട്ടൻ പുതിയ ആളാണല്ലേ. അത്ര പുതിയതല്ല, വന്നിട്ട് 10-45 കൊല്ലമായി. ഓ തമാശ തമാശ. ഹാവു, ചേട്ടന് സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടല്ലേ? ഇല്ല, കുറച്ച് ഷുഗർ ഉണ്ട്. പിന്നെയും തമാശ. ഞാനൊന്ന് ചോദിക്കട്ടെ, നീ സാധനം വാങ്ങാൻ വന്നത് തന്നെയാണോ? പിന്നല്ലാതെ ചേട്ടാ, എനിക്ക് പുതിയൊരു ടൂത്ത് ബ്രഷ് വേണം, പല്ല് തേക്കാൻ. ഏത് കമ്പനിയുടെ വേണം? കമ്പനി ഏതായാലും ബ്രഷ് നന്നായാ മതി. നീ ആള് കൊള്ളാലോ. പിന്നെ ഞാൻ സൂപ്പർ അല്ലേ ചേട്ടാ, ബ്രഷ് പെട്ടെന്നതാ. എന്താ എത്ര തിരക്ക്? ചേട്ടൻ അറിയോ, എന്റെ പഴയ ബ്രഷിന്റെ 2 നാര് വീണുപോയി. അതല്ലേ പുതിയത് വാങ്ങാൻ തീരുമാനിച്ചത്. എന്ത് 2 നാര് വീണു പോയതിന് ആരെങ്കിലും പുതിയ ബ്രഷ് മേടിക്കുവാടാ? ധാരാളി. എന്റെ ചേട്ടാ, എന്റെ ബ്രഷിലേ 2 ആഴ്ചയായി ആകെ 2 നാരേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ അവസാന നാരും പോയി ചേട്ടാ. എടാ ചിന്റു, നീ ഇനി ആരെക്കൊണ്ടോ ഒന്നും പറയിപ്പിക്കരുത്, കേട്ടല്ലോ? ഇല്ലമ്മേ, ഞാൻ പറയിപ്പിക്കില്ല. മോൻ നല്ല മോനായിട്ട് വളരണം. നമ്മുടെ അച്ഛനെ കണ്ടില്ലേ, അച്ഛനെ പോലെ ആവണം മോനും. ശരിയാ, എന്റെ അച്ഛന് നല്ല സ്വഭാവമാ. അച്ഛന്റെ കൂടെ പുറത്തോട്ട് പോകുമ്പോഴാ എനിക്കത് ബോധ്യമായിട്ടുള്ളത്. ഓ, അച്ഛൻ നിനക്ക് ഐസ്ക്രീം വാങ്ങി തരുന്നതുകൊണ്ടായിരിക്കും. മോനെ ചിന്റു, എപ്പോഴും നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നന്മ ചെയ്താൽ സ്വർഗത്തിൽ പോവാം, തിന്മ ചെയ്താൽ നരകത്തിൽ പോകാം. അപ്പൊ പാർക്കിൽ പോകാൻ എന്ത് ചെയ്യണം അമ്മേ? ഞാൻ അനുസരിക്കാറുണ്ട്. കള്ളം പറഞ്ഞാലുണ്ടല്ലോ. എന്നിട്ടാണോടാ മഴ നനയരുതെന്ന് പറഞ്ഞിട്ട് നീ ഇന്നലെ പെയ്ത മഴ മുഴുവൻ കൊണ്ടത്? അത് ടീച്ചർ പറഞ്ഞല്ലോ, മഴവെള്ളം പാഴാക്കരുതെന്ന്. അതുകൊണ്ടാ ഞാൻ മഴയിൽ കുളിച്ചത്, അല്ലാതെ മഴയിൽ കളിച്ചതല്ല. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം. മോനെ ടിൻഡു, നീ നന്നാവാൻ വേണ്ടിയല്ലേ അമ്മ ഇത്രയൊക്കെ പറഞ്ഞത്? നീ നല്ല ബുദ്ധിയുള്ള കുട്ടിയായിട്ട് വളരണം. എനിക്ക് ബുദ്ധി ഉണ്ടല്ലോ. എങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിനക്ക് ബുദ്ധി ഉണ്ടോന്നൊന്ന് പരീക്ഷിക്കണല്ലോ. അമ്മ എന്ത് ചോദ്യം വേണേലും ചോദിച്ചോ. പല്ലില്ലാത്ത നായ നിന്നെ കടിച്ചു എന്നിരിക്കട്ടെ, നീ എന്ത് ചെയ്യും? സൂചിയില്ലാത്ത ഇഞ്ചക്ഷൻ വെക്കും. എടാ, നീ ഞാൻ കരുതിയ പോലെ ഒന്നല്ല, അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉണ്ട്. വല്ലത് തരണേ, ആരോരും ഇല്ലാത്ത പാവാണ്. ചിന്റു, ദേ ഒരു പിച്ചക്കാരൻ, നീ വല്ല ചില്ലറ എടുത്തു കൊടുത്തേ. പിച്ചക്കാരൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? എന്ത് സുഖം മോനെ, അങ്ങനെ ജീവിച്ചു പോകുന്നു. മോനെ, അപ്പുറത്തെ വീട്ടുകാർ എനിക്ക് വയറ് നിറയെ കോഴി ബിരിയാണി തന്നു. അതിന്റെ അപ്പുറത്തെ വീട്ടുകാര് ചായയും പലഹാരവും തന്നു. ഈ വീട്ടിൽ നിന്ന് മോനും എന്തെങ്കിലും തരണം. അതിനെന്താ, തരാലോ. എന്റെ മോനായതുകൊണ്ട് പറയല്ലോ, നല്ല മനസ്സാ. അപ്പൊ ഒരു ഇതെന്താ, ഗുളികയോ? അതെ, ഇത് കഴിച്ചോളൂ, ദഹനത്തിനുള്ളതാ.